ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ മരണം 500 കടന്നു എന്ന വാർത്ത വരുന്നുണ്ട്. ഈ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെടണമെന്ന് മുൻ കിരീടാവകാശി റസാ പഹ്ലവി ആവശ്യപ്പെട്ടു. ഇറാനിലെ സാഹചര്യങ്ങളിൽ ഇടപെടുന്നതിനായി ഒരു സൈനിക ആക്രമണം ഉൾപ്പെടെയുള്ള വഴികൾ ട്രംപ് ആലോചിക്കുന്നു എന്നുള്ള വാർത്തകൾ അമേരിക്കയിൽ പ്രചരിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകാൻ മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. അത്തരമൊരു ആക്രമണത്തിന് അദ്ദേഹം തയ്യാറാകുമോ? മാത്രമല്ല, ഇപ്പോൾ അമേരിക്കൻ കോൺഗ്രസോ അമേരിക്കയിലെ ജനങ്ങളോ കോടതി ഒന്നും പറയുന്നൊന്നുമല്ല. അദ്ദേഹത്തിന് തോന്നുന്നു അദ്ദേഹം ആക്രമിക്കുന്നു, അദ്ദേഹത്തിന് റിസൾട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഗുഡ് മോർണിംഗ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് SKN. ഇറാനിൽ 2 ആഴ്ചയിലേറെയായി നടക്കുന്ന പ്രക്ഷോഭം, അതായത് ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലമുള്ള പ്രക്ഷോഭമാണ് തെരുവിലേക്ക് കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 500-ലധികം പേർ ഇതിനോടകം കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത്. 10,000-ലധികം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 100-ലധികം ഇറാൻ സുരക്ഷാ ഭടന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാനിൽ 3 ദിവസത്തെ ദുഃഖാചരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. SKN നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപ് വലിയ തോതിൽ ഈ പ്രക്ഷോഭക്കാർക്ക് ആദ്യം മുതൽക്കേ പിന്തുണ നൽകുന്നുണ്ട്. ഇപ്പോൾ ഒരു സൈനിക നടപടിയുടെ സാധ്യത ഉന്നതതല ഉദ്യോഗസ്ഥരുമായി ഡൊണാൾഡ് ട്രംപ് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തരം ഒരു സൈനിക നീക്കം അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാകും എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ സൈബർ അറ്റാക്ക്, അതുപോലെ കൂടുതൽ ഉപരോധങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ ഊർജ്ജ മേഖല, ബാങ്കിങ് മേഖലകൾക്കൊക്കെ ഈ ഉപരോധം കൂടുതൽ കൊണ്ടുവരിക, ഇത് കൂടാതെ തന്നെ അമേരിക്കയുടെ ഇന്റലിജൻസ് പ്രക്ഷോഭക്കാർക്ക് അവർക്ക് നൽകുക, ഇത് കൂടാതെ സ്റ്റാർലിങ്ക് പോലുള്ള ഇന്റർനെറ്റ് സേവനം പ്രക്ഷോഭക്കാർക്ക് അനുവദിച്ചു കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ പരിഗണനയിലുള്ളത്. SKN നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷായുടെ മകൻ റസാ പഹ്ലവി വാഷിംഗ്ടണിലുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണ പരസ്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണ പ്രക്ഷോഭകാരികൾ വലിയ തോതിൽ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. വേണ്ടി വന്നാൽ അമേരിക്ക ഒരു സൈനിക നീക്കം തന്നെ നൽകണമെന്ന് ഇപ്പോൾ ഇറാനിലെ പ്രതിപക്ഷ ശബ്ദമായി അമേരിക്കയിൽ നിന്ന് ശബ്ദിക്കുന്ന റസാ പഹ്ലവി തന്നെ പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. SKN, ഈ റിപ്പബ്ലിക് പോലുള്ള ദേശീയ മാധ്യമങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓരോ രാജ്യത്ത് നടക്കുന്ന ചെറിയ ചെറിയ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ മറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇന്ത്യക്ക് ഏറ്റവും അപകടകരമായ സാഹചര്യം ഉണ്ടാക്കുന്ന ബംഗ്ലാദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അമേരിക്കയുടെ സാന്നിധ്യമുണ്ട് എന്ന് അണ്ണാ ഗോസ്വാമി ഒരു ടെലിവിഷൻ പരിപാടിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരുപക്ഷെ അപ്പോൾ ബംഗ്ലാദേശ് എന്ന രാജ്യത്താണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ ഇന്ത്യയുടെ ചുറ്റും നമുക്ക് സുഹൃത്തുക്കൾ മാത്രമേ ഒരു കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നിപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഒഴികെ മറ്റു രാജ്യങ്ങൾക്കൊക്കെ നമ്മളോട് ചെറിയ അലോസരമുണ്ട് താനും. ഇങ്ങനെ അമേരിക്ക പല സ്ഥലങ്ങളിലേക്കും അറിഞ്ഞും അറിയാതെയും കയറുന്നത് രാജ്യാന്തര സുരക്ഷയ്ക്ക് തന്നെ വെല്ലുവിളിയാകും എന്ന് കരുതുന്നുണ്ടോ മധു? SKN, ഇതൊരു ജിയോ പൊളിറ്റിക്കൽ വിഷയമാണ്. ഇത് ഇന്ത്യയും അമേരിക്കയും ഒരുപോലെ നേരിടുന്ന ഒരു വിഷയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പം ഇന്ത്യക്ക് ചുറ്റും സ്ട്രിങ് ഓഫ് പേൾസ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന ചൈന ഇന്ത്യക്ക് ചുറ്റിനുമുള്ള പ്രധാനപ്പെട്ട ചെറു രാജ്യങ്ങളിലെ എല്ലാം പ്രധാന തുറമുഖങ്ങളിൽ ആധിപത്യം നേടിക്കഴിഞ്ഞു. ഇതേ അവസ്ഥയാണ് അമേരിക്കയിലെ തെക്കൻ രാജ്യങ്ങളിൽ ചൈന ആധിപത്യം സ്ഥാപിക്കാൻ നോക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഒരു സൈനിക നീക്കത്തിലൂടെ അമേരിക്ക, അതായത് ചുറ്റുമുള്ള രാജ്യങ്ങളും സുരക്ഷിതമാക്കുക എന്നുള്ള ഒരു സൈനിക നടപടി വേണ്ടി വന്നാൽ അത്തരത്തിൽ പോകുക എന്നുള്ളതാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നയം. പക്ഷേ SKN സൂചിപ്പിച്ചതുപോലെ ഇതിൽ വിരുദ്ധ അഭിപ്രായങ്ങൾ ഉള്ളവർ അമേരിക്കയിലും ഉണ്ട്. SKN, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.